എന്ന് പറയുന്നത് 4 ദ്വീപുകൾ ചേർന്നതാണ്. കടുത്ത ദാരിദ്ര്യമാണ് അവിടെ, കടുത്ത ദാരിദ്ര്യമാണ് ബ്രിട്ടനിൽ. ആഹാരത്തിന് യാതൊരു വകയുമില്ല, ആഹാരത്തിന് യാതൊരു മാർഗവുമില്ല. അപ്പൊ അവിടെയുള്ള കുറച്ച് സമ്പന്നരായിട്ടുള്ള മനുഷ്യര് ഒരു സംഘടനയ്ക്ക് രൂപം നൽകി. ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. ഈ സംഘടനയുടെ പേര് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നായിരുന്നു. 1599 ഒരു ബ്രിട്ടീഷ് രാജ്ഞിക്ക് ഒരു അപേക്ഷ സമർപ്പിച്ചു. ഞങ്ങൾക്ക് ഈ സംഘടനയെ അംഗീകരിച്ചു തരണം. ഞങ്ങളുടെ ആവശ്യം എന്താണ്? ഞങ്ങൾ ഈ ദ്വീപിന്റെ ചുറ്റും വരുന്ന കപ്പലുകളൊക്കെ കൊള്ളയടിക്കും. ആ കൊള്ളയടിച്ച് ആഹാര സാധനങ്ങൾ ശേഖരിച്ച് നിങ്ങൾക്ക് കൊണ്ടുതരും. എവിടെയെങ്കിലും ആരെങ്കിലും ചെറുത്തുനിൽപ്പ് നടത്തിയാൽ ഞങ്ങൾക്ക് പട്ടാളക്കാരെ വിട്ടുതരണം. അങ്ങനെ ഇവര് ഈ കടൽക്കൊള്ള നടത്താൻ തീരുമാനിച്ചു. 1600 ഇവരുടെ സംഘടനയ്ക്ക് അംഗീകാരം നൽകി. 30,000 പവനാണ് ഇവരുടെ ആസ്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരറിഞ്ഞത് ഭാരതം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ഈശ്വരതുല്യരായ അതിഥികളെ സ്വീകരിക്കും. അങ്ങനെ ഇവര് ഭാരതത്തിലെത്തി. രാജാവുമായി സൗഹൃദത്തിൽ ഏർപ്പെട്ടു. ഒരു 2-3 വർഷം രാജാവിൻ്റെ അടുത്ത് താമസിച്ചു. സാഹചര്യങ്ങളെല്ലാം പഠിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ നാട്ടിലെ, ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ, നിങ്ങളുടെ നാട്ടിലെ ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ വാങ്ങാം, അതിന് വില തരാം. നിങ്ങളുടെ സുഗന്ധദ്രവ്യങ്ങളെല്ലാം ഞങ്ങൾ വാങ്ങാം, വില തരാം. രാജാവിന് വലിയ സന്തോഷമായി. അത് വാങ്ങിച്ചു. അവർ പറഞ്ഞു, ഞങ്ങളിത് വാങ്ങിച്ച് ശേഖരിക്കാൻ വേണ്ടി ഇതുപോലുള്ള വലിയ കൂടാരങ്ങൾ ഞങ്ങൾക്കുണ്ടാക്കണം. പാണ്ഡികശാലകൾ എന്നാണ് പറയുന്നത്, അതുണ്ടാക്കണം. അതിനും രാജാവ് സമ്മതിച്ചു. അതെല്ലാം തുറമുഖ നഗരത്തിൽ ഉണ്ടാക്കുന്ന, കയറ്റിവിടാൻ എളുപ്പത്തിന്. അപ്പൊ എല്ലാ തുറമുഖ നഗരത്തിലും ഇവരിങ്ങനെയുള്ള വലിയ പാണ്ഡികശാലകൾ ഉണ്ടാക്കി. കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു, ഇതിന് കാവൽ നിൽക്കാൻ നിങ്ങളുടെ നാട്ടിൽ നിന്ന് ആളുകൾ വേണം. അവർക്ക് ഞങ്ങൾ തോക്ക് കൊടുക്കും, അവർക്ക് വേണ്ട പരിശീലനം കൊടുക്കും, അവർക്ക് ശമ്പളം കൊടുക്കും. അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ സ്വീകരിച്ചു. അപ്പൊ ഈ രാജാവിന് പ്രായമായി. രാജാവിൻ്റെ മകൻ അധികാരത്തിൽ വന്നപ്പോൾ മകൻ സിറാജ് ചോദിച്ചു, നിങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിൽ വന്നാൽ സംരക്ഷണം നൽകേണ്ടത് ഞങ്ങളാണ്. നിങ്ങൾക്ക് ഞങ്ങൾ സംരക്ഷണം തരാം, നിങ്ങൾ സംരക്ഷണ ചുമതലയൊന്നും ഏറ്റെടുക്കേണ്ട. വലിയ വിഷയമായി. സിറാജ് ഒരു ചെറുപ്പക്കാരനാണ്. ഇവര് സിറാജുമായി യുദ്ധം പ്രഖ്യാപിച്ചു. ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ തന്നെ ഇവരുടെ കയ്യിലുണ്ട്, തോക്കുധാരികളായ ആളുകളുണ്ട്. നമ്മുടെ ആളുകളെ കൊണ്ട് രാജാവിന് നേരെ യുദ്ധം ചെയ്യിപ്പിച്ചു. രാജാവ് തോറ്റു. രാജാവ് ഓടി രക്ഷപ്പെട്ടു. പക്ഷെ ഇവരന്വേഷിച്ചു. രാജാവ് വേഷം മാറി, രാജാവും ഭാര്യയും മക്കളും എല്ലാം വേഷം മാറി നടന്നു. പക്ഷേ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവന്ന് പൊതുസ്ഥലത്ത് വെച്ച് കഷ്ണമായി മുറിച്ചു കളഞ്ഞു. ഇവര് നമ്മുടെ തുറമുഖ നഗരമെല്ലാം കീഴ്പ്പെടുത്തി. അങ്ങനെ നമ്മുടെ ആളുകളുടെ വലിയ ഭൂസ്വത്തുക്കൾ പിടിച്ചെടുക്കാൻ തുടങ്ങി. നമ്മുടെ നാട്ടിൽ വലിയ ദുരിതമായി. നിങ്ങൾ 1-ാം സ്വാതന്ത്ര്യ സമരം അറിയാം അല്ലേ? 1857 പുതിയ തോക്കുകൾ വന്നു. ആ തോക്കിന്റെ പേര്, നമ്മുടെ ഇവിടെയുള്ള ഹിന്ദു മുസ്ലിങ്ങൾക്ക് ഒരുപോലെ വെറുപ്പുണ്ടാക്കുന്ന തോക്കായിരുന്നു അത്. എന്താ കാരണം? അതിൽ നിറയ്ക്കാനുള്ള ഉണ്ടകള് പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് പുരട്ടിയ കവചങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു. കടിച്ചു തുറന്നിട്ട് വേണം ലോഡ് ചെയ്യാൻ. അപ്പോൾ പശുവിൻ്റെയും പന്നിയുടെയും ഒരു ഭാഗത്ത് മുസ്ലിങ്ങൾക്ക് വർജ്യമായിരുന്നു, ഒരു ഭാഗത്ത് ഹിന്ദുക്കൾക്ക് വർജ്യമായിരുന്നു. ഈ തോക്ക് വന്നു. പട്ടാളക്കാരെല്ലാം അതൃപ്തരായി. ഒരു പട്ടാള ക്യാമ്പിൽ പുലർച്ചെ ഇരുന്ന് തീ കായുകയാണ് മംഗൽ പാണ്ഡെ എന്ന ധീരദേശാഭിമാനി. അദ്ദേഹം തീ കഴിഞ്ഞോണ്ടിരിക്കുന്ന ഇടയ്ക്ക് പറഞ്ഞു, കൊത്തി ഇവർ മുറത്തിൽ കയറി കൊത്തുകയാണ്. ആരും ഒന്നും മിണ്ടുന്നില്ല. മിണ്ടിക്കഴിഞ്ഞാൽ തല പോകുമെന്നറിയാം. ആരും പ്രതികരിക്കാനില്ലാത്തതാണ് നമ്മുടെ പ്രശ്നം. ഒരു മനുഷ്യൻ ശബ്ദിക്കുന്നില്ല. മംഗൽ പാണ്ഡെ കുറെ നേരം പ്രസംഗിച്ചു. ഒരു പട്ടാളക്കാരനും അനങ്ങിയില്ല. രഹസ്യാന്വേഷണ വിഭാഗം ഈ വിവരം അവിടെ അറിയിച്ചാൽ നമ്മുടെ തല പോകുമെന്ന് അവർക്കറിയാം. പിറ്റേന്നൊരു ഞായറാഴ്ചയാണ്. പരേഡ് ഗ്രൗണ്ടിലാണ് എല്ലാവരും. ജോലിയില്ല അന്ന്. കുറെ ആളുകൾ കുതിരയിൽ സവാരി ചെയ്യുന്നുണ്ട്, ചില ആളുകൾ തോക്ക് നന്നാക്കുന്നുണ്ട്, ചില ആളുകൾ വീട്ടിലേക്ക് കത്തെഴുതുന്നുണ്ട്, മറ്റേ ആളുകൾ വെറുതെ ഇങ്ങനെ വിശേഷം പറഞ്ഞിരിക്കുന്നുണ്ട്. ഈ മംഗൽ പാണ്ഡെ കുതിരപ്പുറത്ത് വന്നൊരു പട്ടാള മേധാവിയെ നേരിൽ ചെന്ന് അവന്റെ നെഞ്ചിലേക്ക് നിറയൊഴിച്ചു. അയാൾ മറിഞ്ഞു വീണു ചത്തു.